ഹായ് ഗൈസ്, നമുക്ക് HSST ഹിസ്റ്ററി എക്സാമിനേഷന് വേണ്ടി ഒന്ന് പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം. ബോധോദയ കാലം, അതായത് എൻലൈറ്റൻമെന്റ് പീരീഡ്, നിങ്ങൾക്കറിയാം, പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് നമ്മുടെ HSST ഹിസ്റ്ററിയിൽ. ഏകദേശം 18-ാം നൂറ്റാണ്ടിൽ യൂറോപ്പിലുണ്ടായ ഒരു ബൗദ്ധിക പ്രസ്ഥാനമാണ് ബോധോദയം. ഈ സമയത്ത് ഭൂഗോള അന്വേഷണങ്ങൾ, യൂറോപ്യൻ വ്യാപനം, കൊമേഴ്ഷ്യൽ റവല്യൂഷൻ ഒക്കെ നടന്നിട്ടുണ്ട് ഈ പീരീഡിൽ. ഇതിന്റെ അർത്ഥം തന്നെ അറിയാം. ബോധോദയം അതായത് പഴയ ചിന്തകളൊക്കെ മാറ്റപ്പെട്ട് പുതിയൊരു ചിന്ത ഉടലെടുക്കുന്ന സമയം. യൂറോപ്പിൽ ചിന്ത, ശാസ്ത്രം, കല, സാഹിത്യം എല്ലാം മാറ്റപ്പെട്ടു. ഇതിനെയാണ് നമ്മൾ ഇന്റലക്ച്വൽ റവല്യൂഷൻ എന്ന് പറയുന്നത്. മധ്യകാലഘട്ടത്തിലെ മതാധിപത്യത്തിനെതിരെ മനുഷ്യൻ തർക്കബുദ്ധി, അതായത് റീസൺ ഉപയോഗിക്കാൻ തുടങ്ങിയത് ഈ എൻലൈറ്റൻമെന്റോട് കൂടിയാണ്. ശാസ്ത്രവും വിജ്ഞാനവും വളർന്നു വന്നിട്ടുണ്ട് ഈ കാലഘട്ടത്തിൽ. പ്രധാനപ്പെട്ട എൻലൈറ്റൻമെന്റ് ചരിത്രകാരനാണ് വോൾട്ടയർ. അദ്ദേഹമാണ് ബോധോദയത്തിന്റെ പ്രധാന നേതാവ്. അദ്ദേഹം ചർച്ചിന്റെ ഒരു പോളിസിനെ ശക്തമായി വിമർശിച്ച ഒരാളാണ് വോൾട്ടയർ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികളാണ് ഫിലോസഫി ഓഫ് ഹിസ്റ്ററിയും ഏജ് ഓഫ് ലൂയിസ് 14 എന്നുള്ളതും. അതുപോലെ തന്നെ ഈ വോൾട്ടയർ ചർച്ച് അധികാരത്തെ പറഞ്ഞല്ലോ പൂർണ്ണമായും വിമർശിച്ച ഒരാളാണ്. അദ്ദേഹം കൾച്ചറൽ ഹിസ്റ്ററിക്ക് വളരെയധികം പ്രാധാന്യം കൊടുത്ത ഒരു ചരിത്രകാരൻ കൂടിയാണ്. അടുത്ത പ്രധാനപ്പെട്ട ഒരു എൻലൈറ്റൻമെന്റ് ചരിത്രകാരനാണ് എഡ്വേർഡ് ഗിബൺ. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് ഡിക്ലൈൻ ആൻഡ് ഫാൾ ഓഫ് റോമൻ എംപയർ. ഈ കൃതിയിൽ അദ്ദേഹം റോമ സാമ്രാജ്യത്തിന്റെ തകർച്ച വിശദമായിട്ട് വിവരിക്കുന്നുണ്ട്. റോമ സാമ്രാജ്യത്തിന്റെ 1260 വർഷത്തെ ചരിത്രം, ആ ഒരു വലിയ കാലഘട്ടത്തെ ചരിത്രം അദ്ദേഹം ഇതിൽ വിവരിക്കുന്നുണ്ട്. അടുത്ത പ്രധാനപ്പെട്ട ഒരു ചരിത്രരചനയാണ് യൂട്ടിലിറ്റേറിയനിസം എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഏറ്റവും സന്തോഷം എന്നതാണ് യൂട്ടിലിറ്റേറിയൻ എന്ന ആശയത്തിന്റെ അർത്ഥം. പ്രധാനപ്പെട്ട ഒരു ആളാണ് ജെറീമി ബെന്താം. അദ്ദേഹം ഉപയുക്തതാവാദത്തിന്റെ പിതാവാണ്. അദ്ദേഹം പറഞ്ഞു, നമുക്ക് സന്തോഷം അളക്കാവുന്നതാണ് എന്നാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ആശയം. ഇദ്ദേഹം ജെറീമി ബെന്താമാണ് അപ്പോൾ യൂട്ടിലിറ്റേറിയനിസത്തിന്റെ പിതാവ്, അത് മറക്കരുത് കേട്ടോ. അടുത്താണ് ജെയിംസ് മില്ലർ. അദ്ദേഹം ഒരു യൂട്ടിലിറ്റേറിയൻ ആണ്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു വർക്കാണ് ഹിസ്റ്ററി ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ. നമുക്കൊക്കെ അറിയണതല്ലേ. അദ്ദേഹം ബന്താമിന്റെ ആശയങ്ങളൊക്കെ നന്നായി പ്രചരിപ്പിച്ച ഒരാളാണ്. അദ്ദേഹം പറയുന്നുണ്ട് സമൂഹം വ്യക്തികളുടെ കൂട്ടമാണെന്ന്. അടുത്തതാണ് ജെയിംസ് സ്റ്റുവർട്ട് മിൽ. അടുത്തൊരു യൂട്ടിലിറ്റേറിയൻ ചരിത്രകാരനാണ്. വ്യക്തി സ്വാതന്ത്ര്യത്തിനും ജനാധിപത്യത്തിനുമാണ് അദ്ദേഹം പ്രാധാന്യം നൽകിയത്. ലിബർട്ടി എന്ന ആശയത്തിന് വളരെയധികം പ്രാധാന്യം നൽകിയ ഒരാളാണ് JS മിൽ. അടുത്താണ് റൊമാൻറ്റിക് ഹിസ്റ്റോറിയോഗ്രാഫി എന്ന് പറയുന്നത്. ഇത് എൻലൈറ്റൻമെന്റിന്റെ പ്രതികരണം എന്ന നിലയ്ക്കാണ് ഈ റൊമാൻറ്റിസിസം വന്നത്. ഇത് റീസണെതിരെ വന്നിട്ടുള്ളതാണ്. ഇമോഷനാണ് പ്രാധാന്യം, അതായത് ഭാവനയ്ക്കാണ് പ്രാധാന്യം നൽകിയത് ഈ ചരിത്രരചനയിൽ. പാസ്റ്റിനെ ഇവർ മഹത്വവൽക്കരിക്കുകയുണ്ടായി. അതായത് ഭാവനയ്ക്കൊക്കെ എന്ത് ചെയ്തു, ഇമോഷൻ, നമ്മളുടെ വികാരങ്ങൾ, അതിനൊക്കെയാണ് ഈ റൊമാൻറ്റിസിസ്റ്റുകൾ ഇമ്പോർട്ടൻസ് നൽകിയത്. പ്രധാനപ്പെട്ട ഒരു റൊമാൻറ്റിസിസ്റ്റ് ചരിത്രകാരനാണ് റൂസോ. അദ്ദേഹം റൊമാൻറ്റിസിസം എന്ന ചരിത്രരചനയുടെ പിതാവാണ്. അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഒരു വാചകം നമുക്കറിയാം, മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു, എന്നാൽ എല്ലായിടത്തും അദ്ദേഹം ബന്ധനത്തിലാണ്. ജനറൽ വിൽ എന്ന ആശയം റൂസോന്റെയാണ് കേട്ടോ. അടുത്ത പ്രധാനപ്പെട്ട ഒരു ചരിത്രകാരനാണ് ഇമ്മാനുവൽ കാണ്ട്. അദ്ദേഹം ഐഡിയലിസത്തെ അവതരിപ്പിച്ചു. റീസണും ഇമോഷനെയും ചേർത്തുകൊണ്ടാണ് ചരിത്രരചന നടത്തിയത്. ഇതിലെ റൊമാൻറ്റിക് ഹിസ്റ്റോറിയോഗ്രാഫിയിൽ കേട്ടോ. അപ്പൊ റൊമാൻറ്റിക് ഹിസ്റ്റോറിയോഗ്രാഫിയിലെ പ്രധാനപ്പെട്ട മറ്റൊരു ചരിത്രകാരനാണ് ആര്? ഇമ്മാനുവൽ കാണ്ട് എന്ന് പറയുന്നത്, മറക്കരുതേ. അടുത്തത് നമുക്ക് ഹെഗലിനെ കുറിച്ച് നോക്കാം. അടുത്തൊരു റൊമാൻറ്റിസിസ്റ്റ് ഹിസ്റ്റോറിയോഗ്രാഫറാണ്. അദ്ദേഹം ഡയലക്റ്റിക്കൽ തിയറി അവതരിപ്പിച്ചത് ഹെഗലാണ്. തീസിസ്, ആന്റിതീസിസ്, സിന്തസിസ് എന്ന വികസന പ്രക്രിയയിലൂടെയാണ് ചരിത്രം കടന്നു പോകുന്നതെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അടുത്ത ഒരു ചരിത്രരചനയാണ് പോസിറ്റിവിസ്റ്റ് ചരിത്രരചന. അതായത് റൊമാൻറ്റിസിസത്തിനെതിരായി വന്ന പ്രസ്ഥാനമാണ് പോസിറ്റിവിസം ഹിസ്റ്റോറിയോഗ്രാഫി. അതായത് അവരെന്ത് ചെയ്യണം, ശാസ്ത്രീയമായ ചരിത്ര പഠനത്തെ അവർ പ്രോത്സാഹിപ്പിക്കുകയാണ്. ഫാക്ട്സ്,
കോസ് എഫക്റ്റിനൊക്കെ ഇമ്പോർട്ടൻസ് നൽകിക്കൊണ്ട്. പിന്നെന്താണ്, അഗസ്റ്റസ് കോംറ്റെയാണ് പ്രധാനപ്പെട്ട ഒരു പോസിറ്റിവിസ്റ്റ് ഹിസ്റ്റോറിയൻ. അദ്ദേഹമാണ് പോസിറ്റിവിസത്തിന്റെ ഫാദറും അതുപോലെ തന്നെ സോഷ്യോളജിയുടെ ഫാദറുമാരാണ് ഓഗസ്റ്റസ് കോംറ്റെയാണ്. അദ്ദേഹം പറയുന്നത് എന്താ പറയാ, പ്രധാനമായിട്ടും ചരിത്രം 3 ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്: തിയോളജിക്കൽ, മെറ്റാഫിസിക്കൽ, പോസിറ്റിവിസ്റ്റ്. അത് നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ. ദൈവികമായിട്ടുള്ള ഒരു കാലഘട്ടം, ദൈവത്തിന് അടിസ്ഥാനമായിട്ട് ചരിത്രരചന നടത്തിയിരുന്ന ഒരു കാലഘട്ടം. പിന്നെ ഒരു മാറ്റത്തിന്റെ കാലഘട്ടം മെറ്റാഫിസിക്കൽ. പിന്നെയാണ് ശാസ്ത്രീയമായിട്ടുള്ള പോസിറ്റിവിസ്റ്റ് കാലഘട്ടം വന്നെന്നാണ് അഗസ്റ്റസ് കോംറ്റെ പറയുന്നത്. അതായത് തിയോളജിക്കൽ സ്റ്റേജ് എന്ന് പറയുന്നത് ദൈവവിശ്വാസവും, മെറ്റാഫിസിക്കൽ സ്റ്റേജ് എന്ന് പറയുന്നത് ആശയങ്ങളുടെ കാലഘട്ടവും, പോസിറ്റിവിസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ശാസ്ത്രത്തിന്റെ കാലഘട്ടം. അപ്പോൾ മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.